മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും അനുഗ്രഹീത സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒരുമിക്കുമ്പോൾ എന്താവും സംഭവിക്കുക? കഴിഞ്ഞ 2-3 വർഷങ്ങളായി മലയാള സിനിമാ ലോകം ചർച്ച ചെയ്ത കാത്തിരുന്ന ആ ബ്രഹ്മാണ്ഡ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആരാണ് മലൈക്കോട്ടെ വാലിബൻ? നാട് ചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന മല്ലൻ, അദ്ദേഹത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. വിവിധ നാടുകളിലൂടെ അദ്ദേഹം നടത്തുന്ന യാത്രയും അതിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും സംഘർഷഭരിതമായ നിമിഷങ്ങളും ഒക്കെയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അതിലൂടെ മലൈക്കോട്ടെ വാലിബൻ എന്ന ഇതിഹാസത്തിന്റെ കഥയാണ് ചിത്രത്തിന്റെ ആദ്യ അവസാനം നമ്മൾ അനുഭവിക്കുക. വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. നേരത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു വെച്ചിരുന്നത് പോലെ സ്ഥലകാല സൂചകങ്ങൾ ഇല്ലാതെയാണ് ചിത്രത്തിന്റെ കഥ മുമ്പോട്ട് പോകുന്നത്. ഊശ്വരമായ ഭൂമിയും ആഘോഷത്തിന്റെ നിറങ്ങളും എല്ലാം പല രീതിയിൽ പങ്കുവെക്കുന്ന ചിത്രം കഥയിലേക്കും വാലിബനിലേക്കും അയാളുടെ ചുറ്റുമുള്ളവരിലേക്കും ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കണ്ടതെല്ലാം പോയി കാണപ്പോകുന്നത് നിജം എന്ന ടീസറിലെ വാക്ക് വീണ്ടും വീണ്ടും അന്വർത്ഥമാക്കുന്നത് പോലെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ചിത്രത്തിൽ ആ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നുമുണ്ട്. ആ വാക്കുമായി കൂട്ടിയിണക്കുന്ന രീതിയിലാണ് കഥ പുരോഗമിക്കുന്നത്. ഒരു 2ാം ഭാഗത്തിലേക്ക് വ്യക്തമായ സൂചന നൽകിയാണ് ചിത്രം കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ചിത്രത്തിന്റെ യഥാർത്ഥ കഥ ഒരുപക്ഷെ 2ാം ഭാഗത്തിലാവും എന്ന രീതിയിലും പ്രേക്ഷകന് അനുഭവപ്പെടാം. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു പ്രത്യേക ലോകമാണ് തീർക്കുന്നത്. അതിലേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം മുൻകൂട്ടി പറയുകയാണ്: ഒരിക്കലും ഒരു രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് വെച്ചും നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകരുത്. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ ബ്ലാങ്ക് ആയി പോവുക. കാരണം ഇതൊരു LJP ചിത്രമാണ്. LJP നിരവധി കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു എക്സ്പെക്ടേഷനോടുകൂടി ചെന്നിരുന്നാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു താരാരാധനയോ ഒന്നുമില്ലാതെ ഫ്രീ ആയി ഒരു പ്രേക്ഷകനായി പോയിരിക്കുക. ഇനി സിനിമയിലേക്ക് കടന്നാൽ വീരനായകന്മാരെ ആഘോഷിക്കുകയും അവരെ ഇതിഹാസങ്ങളായി കാണുകയും ചെയ്യുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സംഭവിക്കുന്ന പരാജയങ്ങൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല. പാമ്പിന് പല്ലിലും തേളിന് വാലിലും വിഷം പോലെ ഓരോ മുടിനാരിലും വിഷമായി ആ പരാജയ യാഥാർത്ഥ്യം പകയിലേക്ക് നീങ്ങും. അതിനൊരു അന്ത്യവും കാണും. ഫിലോസഫിക്കലായി പോലും മലൈക്കോട്ടെ വാലിബൻ നിരവധി സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ലാലേട്ടനും LJPയും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ജോണറുകളുടെ ഒരു മിശ്രിതമായിട്ട് വാലിബനെ കാണാൻ സാധിക്കും. ഒരു മല്ലന്റെ എല്ലാത്തരം പ്രത്യേകതകളും ശാരീരികമായിട്ടുള്ള മികവും എല്ലാം മോഹൻലാൽ എന്ന താരത്തിൽ നിക്ഷിപ്തമാണ്. ഏതൊരു കഥാപാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യുന്ന ലാലേട്ടന്റെ ആ പെർഫോമൻസിന്റെ ഒരു എക്സ്ട്രീം ലെവൽ തന്നെയാണ് മലൈക്കോട്ടെ വാലിബനിൽ നമ്മൾ കാണുന്നത്. പക്ഷെ തീർത്തും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും പെർഫോം ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ലാലേട്ടന്റെ കഥാപാത്രത്തിനോടുള്ള ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ അതിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ചിത്രത്തിന്റെ വിഷ്വലിൽ മാത്രമല്ല, മോഹൻലാൽ എന്ന താരത്തിന്റെ ഓരോ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷനിലും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അതിനപ്പുറം കഥാപരമായിട്ടുള്ള നിരവധി വെല്ലുവിളികൾ മോഹൻലാൽ എന്ന നടന് നൽകുന്നുമില്ല മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ ലാലേട്ടന്റെ ഇതുവരെ കാണാത്തൊരു മുഖം, ഇതുവരെ കാണാത്ത ഒരു മോഹൻലാൽ എന്ന ആക്ടറിനെയാണ് LJP നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇനി ലാലേട്ടനെ മാറ്റി നിർത്തിയാൽ പരിചിത മുഖങ്ങൾക്കപ്പുറം ഏറെ പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ വാലിബൻ കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടുന്ന ഒരു പേരാണ് ഹരീഷ് പേരടി. വളരെയധികം ഡ്രമാറ്റിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അതിഗംഭീരം തന്നെയാണ്. അതേപോലെ തന്നെ ലാലേട്ടന്റെ അനിയൻ വേഷം ചെയ്യുന്ന മനോജ് മോസസ്, ഡാനിഷ് സെയ്ത്ത്, അദ്ദേഹത്തിനെ നമ്മൾ മറക്കില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ ഹരി പ്രശാന്ത്, സുചിത്ര നായർ എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ റോളുകളോട് നീതി പുലർത്തി തന്നെയാണ് പോകുന്നത്. ഇനിയും പറയാൻ ഏറെയുണ്ട്. കഥാനന്ദി, അതുപോലെ തന്നെ സോണാലി കുൽക്കർണി, അങ്ങനെ ഇവരെല്ലാം തന്നെ ഒട്ടുമിക്ക താരങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാവരിലും തന്നെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി നിൽക്കുന്നുണ്ട്. അത് ചില ഷോട്ടുകളിലും ചിത്രത്തിലെ മേക്കപ്പിലും ഡ്രസ്സിലും ആർട്ട് വർക്കുകളിലും ഒക്കെ തന്നെ കുറച്ചൊരു നാടകീയത നിഴലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ചിലയിടങ്ങളിലൊക്കെ അതൊരു അതിഭാവുകതമായും ഓവറായും ഒക്കെ ഫീൽ ചെയ്യുന്നുമുണ്ട്. ഒരുപക്ഷെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച ചിത്രമാണ് വാലിബൻ. ചിത്രത്തിലെ ആദ്യ അവസാനം ഓരോ ഷോട്ടും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ടീസറിലും ട്രെയിലറിലും ഒക്കെ നമ്മൾ കണ്ട് ഞെട്ടിയതിന്റെ അങ്ങേപ്പുറമാണ് തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം അതിഗംഭീരമായി തന്നെയാണ് ഓരോ ഫ്രെയിംസും അവർ
വെച്ചിരിക്കുന്നത്. വരച്ചു വെച്ചേക്കുന്ന പോലത്തെ വളരെ കലാപരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ്. അതേപോലെ തന്നെ ചിത്രത്തിലെ പ്രശാന്ത് പിള്ളയുടെ സംഗീതം വളരെ മിനിമലായി മാത്രമാണ് സംഗീതം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം തന്നെ അതിഗംഭീരമെന്ന് പറയാം. ഒരിക്കലും ലാലേട്ടന്റെ ഒരു ആസ് യൂഷ്വൽ സിനിമ കാണുന്നത് പോലെ ഒരു തകർപ്പൻ തട്ടുപൊളിപ്പൻ BGM-ഉം ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള ഒരു മാസ് BGM-ഉം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ വേണ്ടയിടത്ത് വേണ്ട പോലെ കൊടുത്തിട്ടുമുണ്ട്. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ആകെ തുക നോക്കിയാൽ ചിത്രം വലിയ ക്യാൻവാസിലും ബജറ്റിലും ഉള്ളതാണെങ്കിലും ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ഒരിക്കലും ആരാധകരെ നോക്കിയോ ഓരോ നിമിഷവും ആവേശഭരിതരാക്കാൻ വേണ്ടിയോ ഒന്നും LJP സിനിമയിൽ ഒരു തരത്തിലും ഗിമ്മിക്കുകളോ ഓവറായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു കംപ്ലീറ്റ് LJP സിനിമ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സംവിധായകന്റെ മുൻകാല സിനിമകൾ കണ്ടവർക്കും ആ മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്കും മോഹൻലാൽ എന്ന താരത്തിനേക്കാൾ ഉപരി ആ ഒരു പെർഫോമറെ, ആ ഒരു ആക്ടറിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കുമായിരിക്കും വാലിബൻ പൂർണ്ണമായും ഇഷ്ടപ്പെടാൻ സാധ്യത. പക്ഷെ ഒരിക്കലും ഒരു പ്രേക്ഷകർക്കും കംപ്ലീറ്റ്ലി നിരാശ നൽകുന്ന ഒരു സിനിമയല്ല ഇത്. ഉറപ്പായും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ആ ഒരു എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. ഇത് വൺസ് ഇൻ എ വൈൽ മാത്രം കിട്ടുന്ന വൺ ഓഫ് എ കൈൻഡ് മൂവി എന്ന് വിശേഷിപ്പിക്കാം. മലൈക്കോട്ടെ വാലിബൻ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.